Hi friends, welcome back to my channel Physica class. Plus 1 Physics Unit 3 Motion in a Straight Line എന്നുള്ള യൂണിറ്റാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടണേ. ഈ ചാനലിൽ വരുന്ന വീഡിയോസ് മിസ്സാവാതിരിക്കാൻ ബെൽ ബട്ടണും അമർത്തണേ. നമ്മൾ ഫസ്റ്റ് പാർട്ടിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. മോഷൻ ഇൻ 1 dimension, 2 dimension, 3 dimension. സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്താണ്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്താണ്, പിന്നെ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും അവ തമ്മിലുള്ള ഡിഫറൻസ് കമ്പാരിസൺ ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഒരു പോയിൻറ്റും ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്പീഡ് എന്താണ്, വെലോസിറ്റി എന്താണ്, സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഒരു ഗ്രാഫിൻ്റെ സെക്ഷനിലേക്കാണ്. പൊസിഷൻ ടൈം ഗ്രാഫും. സ്റ്റേഷനറി ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് പറയുന്നുണ്ട്, യൂണിഫോം മോഷനിലായിരിക്കുന്നതിൻ്റെയും പറയുന്നുണ്ട്. സ്റ്റേഷനറി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. റെസ്റ്റിലായിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ സ്റ്റേഷനറി ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. ആൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ഈസ് കോൾഡ് സ്റ്റേഷനറി ഒബ്ജക്റ്റ്. ദാറ്റ് മീൻസ് അതിൻ്റെ പൊസിഷൻ ഒരിക്കലും ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റേഷനറി ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിനെയാണ് നമ്മൾ സ്റ്റേഷനറി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. പൊസിഷൻ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പോൾ സ്റ്റേഷനറി ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പൊസിഷൻ ഒരിക്കൽ പോലും ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് പൊസിഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ടേബിൾ പോലെ എങ്ങാനും നമുക്കൊന്ന് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണിക്കുന്നത് ടൈമാണ്, ഇവിടെ നമ്മൾ കാണിക്കേണ്ടത് അതിൻ്റെ പൊസിഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈമിനനുസരിച്ച് പൊസിഷൻ ചേഞ്ച് ചെയ്യില്ല എന്നാണ് പറയുന്നത്. 0 സെക്കൻഡിൽ ഇതിൻ്റെ പൊസിഷൻ 2 മീറ്റർ ആയിരുന്നു. ഇവിടെ പൊസിഷൻ മീറ്ററിലാണ് കാണിക്കുന്നത്, മീറ്ററിലായിരുന്നു. പിന്നെ 1 സെക്കൻഡ് ആയപ്പോഴും പൊസിഷൻ 2 മീറ്ററിലാണ്. അതായത് എവിടെയാണ് പൊസിഷൻ ഇരിക്കുന്നത് അവിടെ തന്നെ അത് ഒബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുകയാണ്, അതൊരിക്കലും മൂവ് ചെയ്യുന്നില്ല എന്നർത്ഥം. ടൈമിനനുസരിച്ച് പൊസിഷൻ ചേഞ്ച് ആവണം, അതാണ് സ്റ്റേഷനറി ഒബ്ജക്റ്റ്. മീൻസ് പൊസിഷൻ ചേഞ്ച് ആവുന്നില്ല. പൊസിഷൻ ഇപ്പോൾ 2 മീറ്ററിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റ് ഇപ്പോഴും 2 മീറ്ററിൽ തന്നെയാണ് ഇരിക്കുന്നത്. എത്ര ടൈം കഴിഞ്ഞാലും അതങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ റെസ്റ്റിൽ എന്ന് വിളിക്കുന്നത്. സോ 2 സെക്കൻഡിലും 2 തന്നെ, 3 സെക്കൻഡിലും 2 തന്നെ, ഇനിയിപ്പോൾ 4 സെക്കൻഡിലും എന്ത് തന്നെ 2 തന്നെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡാറ്റ ടേബിൾ എന്ന് പറയാം. ഇത് ഉപയോഗിച്ച് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാം. ഇപ്പോൾ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഗ്രാഫ് ഷീറ്റിലൊക്കെ ഒന്ന് വരപ്പിക്കും കേട്ടോ. അപ്പോൾ ഗ്രാഫ് ഷീറ്റൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് പരിചയപ്പെടാം. ഇപ്പോൾ സ്ട്രേറ്റ് ആയിട്ടുള്ള 2 ആക്സിസ് ഉണ്ട്, ഒന്ന് എക്സ് ആക്സിസ്, ഒന്ന് വൈ ആക്സിസ്. താഴെ നമ്മളിവിടെ എന്ത് എഴുതണു, ടൈം എഴുതണു. ടൈം എഴുതാനുള്ള ടൈം ഇൻ സെക്കൻഡ്. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിൽ 2 ആക്സിസുകൾ മാർക്ക് ചെയ്യണം, എക്സ് വൈ. ഓരോ ആക്സിസിലും എന്താണ് നമ്മൾ എഴുതുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് എഴുതിയിരിക്കണം. അപ്പോൾ ടൈം ആണെങ്കിൽ ടൈം ഇൻ സെക്കൻഡ്. ഇവിടെ വൈ ആക്സിസിൽ നമ്മൾ എന്ത് എഴുതണം, വൈ ആക്സിസിലെ പൊസിഷൻ എഴുതണം. പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ എഴുതിയത് എക്സ്, പൊസിഷനും നമ്മൾ എഴുതണം. ഓക്കെ, പൊസിഷൻ്റെ യൂണിറ്റ് മീറ്റർ, അതും കൂടെ നമ്മളിവിടെ മെൻഷൻ ചെയ്യണം. ഓക്കെ, പിന്നെ ഒരു ഗ്രാഫ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യണത് എവിടെ നിന്നാണ്, ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു ഗ്രാഫിൻ്റെ ഈ ഒരു റെഫറൻസ് പോയിൻ്റ് എപ്പോഴും നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, 0 ആയിട്ട് എടുക്കുന്നു. അത് എല്ലായ്പ്പോഴും 0 എന്നല്ല കേട്ടോ റെഫറൻസ് പോയിൻ്റ്. നമുക്ക് വേണമെങ്കിൽ വ്യത്യസ്ത നമ്പർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 0 നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ 1 2 3 അല്ലെങ്കിൽ 0 5 10 0 10 20 അങ്ങനെ പോകും. നമ്മൾ 10 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചെങ്കിൽ 10 20 അങ്ങനെ. ഓക്കെ, അപ്പോൾ ഈ 2 സൈഡിലേക്കും അങ്ങനെ തന്നെ നമ്മൾ എഴുതേണ്ടി വരും. അപ്പോൾ ഇവിടെ 0 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് 1. അപ്പോൾ ഗ്രാഫിൽ ഈക്വൽ ഡിസ്റ്റൻസിൽ ചെറിയ ബോക്സുകൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വെറുതെ നോട്ട്ബുക്കിൽ സ്കെയിലും പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കണമെങ്കിൽ കറക്റ്റ് 1 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ കറക്റ്റ് 0.5 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ കറക്റ്റ് 2 സെൻറ്റിമീറ്ററോ എങ്ങനെയാണോ നമ്മളത് മാർക്ക് ചെയ്യണേ ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കണം ഇതിൽ ഓരോ പോയിൻറ്റുകളും മാർക്ക് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അത് 3 4 എന്ന് മാർക്ക് ചെയ്യുന്നു. ഇവിടെ ടൈമിൻ്റെ അവിടെയും 1 2 3 4 5 6 എന്നിങ്ങനെ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ടൈം സെക്കൻഡിലും പൊസിഷൻ മീറ്ററിലാണ് നമ്മൾ ശരിക്കും ഗ്രാഫിൽ എഴുതണം കേട്ടോ. ഇനി നമുക്ക് ഈ ഡാറ്റ ടേബിൾ പ്രകാരം 0 സെക്കൻഡിൽ 1 സെക്കൻഡിൽ 2 സെക്കൻഡിൽ 3 സെക്കൻഡിലൊക്കെ എന്താണ് ഈ പൊസിഷൻ എന്ന് പറയുന്നത് 2ലാണ്.
ഓക്കെ, അപ്പോൾ 1 സെക്കൻഡിൽ 2ൽ, 2 സെക്കൻഡിൽ 2ൽ, 3 സെക്കൻഡിൽ 2ൽ, 4 സെക്കൻഡിൽ 2ൽ, 5 സെക്കൻഡിൽ 2ൽ. അപ്പോൾ നമ്മളിത് ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ഇതായിരിക്കും ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് കിട്ടുക. ഏതിൻ്റെ? സ്റ്റേഷനറി ഒബ്ജക്റ്റിൻ്റെ. ഓക്കെ, സ്റ്റേഷനറി ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ഇതുപോലെയാണ് കിട്ടുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഗ്രാഫിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത്? ഇത് എക്സ് ആക്സിസ് എന്ന് പറയുന്ന ടൈം ആക്സിസിന് പാരലലായിട്ടാണ് ലൈൻ വന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. അപ്പോൾ അതിൻ്റെ ഇൻഫറൻസ് ഒന്ന് നമുക്ക് വായിക്കാം. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദി ടൈം ആക്സിസ്. ഓക്കെ, ടൈം ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും വരിക. ഓക്കെ, ഇതൊന്നും നമുക്ക് ക്ലിയർ ആണല്ലോ ആ ഒരു കാര്യം. ടൈം ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വന്നത്. ഗ്രാഫ് വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഗ്രാഫ് എപ്പോൾ വരയ്ക്കുമ്പോഴും നമുക്ക് 2 ആക്സിസുകൾ നമ്മൾ മാർക്ക് ചെയ്യണം. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. അതിൽ ഓരോന്നിൽ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്, അതായത് ടൈമിലാണെങ്കിൽ ടൈം അത് ഏതാ യൂണിറ്റ് എന്നും കൂടി നമ്മൾ മെൻഷൻ ചെയ്യണം. സെക്കൻഡിൽ, പൊസിഷൻ മീറ്ററിൽ. പിന്നെ അത് ഈക്വൽ ഡിസ്റ്റൻസിൽ നമ്മൾ ഓരോ പോയിന്റ് മാർക്ക് ചെയ്യണം. ഈ ഡാറ്റ ടേബിൾ അനുസരിച്ച് നേരെ മാർക്ക് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഫസ്റ്റത്തെ ഗ്രാഫ് നമ്മളിവിടെ പരിചയപ്പെട്ടു. ഈ ഗ്രാഫുകൾക്ക് ഈ ചാപ്റ്ററിൽ വളരെ 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 ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. ഗ്രാഫുകൾ തമ്മിൽ മാറിപ്പോവരുത്. ഈ ഡാറ്റ ടേബിൾ ഉപയോഗിച്ച് എന്തുകൊണ്ടാണ് ഗ്രാഫ് വരച്ച് കാണിച്ചു തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ധാരണ മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റേഷനറി ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ അത് പാരലൽ ടു ദി എക്സ് ആക്സിസ് ആണ് എന്നുള്ള ധാരണ നിൽക്കണം. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് സെപ്പറേറ്റ് ചിലപ്പോൾ ചോദിക്കും സ്റ്റേഷനറി ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുക എന്ന് പറയുമ്പോൾ ഇതാ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ തരും പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്റ്റേഷനറി ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ഇതിലേതാണ് എന്നുള്ളത് എഴുതുക, സെലക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ആക്കിയിട്ട് പഠിക്കണം. പാരലൽ ടു ദി എക്സ് ആക്സിസ് ആണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ബൈ ഹാർട്ട് പഠിച്ചോളൂ. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ് ഈസ് എ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ദി ടൈം ആക്സിസ്. ഇനി നെക്സ്റ്റ് പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് യൂണിഫോം മോഷൻ്റെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോൺ യൂണിഫോം മോഷൻ്റെയും പഠിക്കും കേട്ടോ. യൂണിഫോം മോഷൻ എന്ന് വെച്ചാൽ എന്താണ്? If an object has equal displacement in equal intervals of time, then the object is said to be in uniform motion. അതായത് ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ ഈക്വൽ പൊസിഷനാണ് അല്ലെങ്കിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ആ ഒബ്ജക്റ്റിന് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു യൂണിഫോം മോഷനിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഡാറ്റ ടേബിൾ ഒന്ന് നമുക്ക് വരച്ച് നോക്കാം അല്ലേ? അപ്പോൾ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം, ആ ഒരു വാക്ക്. ഇപ്പോൾ യൂണിഫോം മോഷൻ എന്നുള്ളത് നമ്മൾ എവിടെ കേട്ടാലും നമുക്ക് ഈ ഒരു വാക്ക് നമ്മുടെ മനസ്സിലേക്ക് എത്തണം. ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം. ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അത് കവർ ചെയ്യുന്നത്. അതായത് അതിൻ്റെ പൊസിഷൻ മാറുന്നില്ല എന്നാണോ എൻ്റെ അർത്ഥം? പൊസിഷൻ നേരത്തെ പോലെ 2ൽ തന്നെ നിൽക്കുകയാണെന്നാണ് അർത്ഥം? അല്ല, പൊസിഷൻ മാറുന്നുണ്ട്, അത് പക്ഷെ തുല്യ അളവിലാണ് മാറുന്നതെന്ന് മാത്രം. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഡാറ്റ ടേബിൾ ഒന്ന് വരയ്ക്കാം. അത് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിയാവും. ഇവിടെ ടൈം, ഇവിടെ അതിൻ്റെ പൊസിഷൻ. ഓക്കെ, ഇത് 0 സെക്കൻഡിൽ 0ലായിരുന്നു പൊസിഷൻ. 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്, 5 സെക്കൻഡ്. അപ്പോൾ 1 സെക്കൻഡിലെത്തിയപ്പോൾ 2 മീറ്ററിലെത്തി. മീറ്ററിൽ തന്നെയാണ് കേട്ടോ ഇവിടെ പറയുന്നത്. 2 സെക്കൻഡിലെത്തിയപ്പോൾ 4 മീറ്ററിലെത്തി. 3 സെക്കൻഡിലെത്തിയപ്പോൾ 6, 4 സെക്കൻഡിലെത്തിയപ്പോൾ 8, 5 സെക്കൻഡിലെത്തിയപ്പോൾ 10. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ടൈമിനനുസരിച്ച് പൊസിഷൻ മാറുന്നുണ്ട്, പക്ഷേ ടൈം കൂടുന്നതനുസരിച്ച് ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റാണ് സംഭവിക്കുന്നത് എല്ലാറ്റിലും. ഇപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേ, ഇപ്പോൾ 0ലിരിക്കുന്ന 0 സെക്കൻഡിൽ നിന്ന് 1 സെക്കൻഡ് ആയപ്പോൾ എത്ര മീറ്ററാണ് കവർ ചെയ്തത്? 2 മീറ്റർ. ഇനി 1ൽ നിന്ന് 2ലേക്ക് എത്തിയപ്പോഴോ 2 മീറ്ററിൽ നിന്ന് അതിൻ്റെ പൊസിഷൻ 4 മീറ്ററിലേക്കായി. ദാറ്റ് മീൻസ് ഡിഫറൻസ് ഇസ് അഗെയിൻ 2. 2ൽ നിന്ന് 3ലേക്ക് പോയപ്പോൾ 4 മീറ്ററിൽ നിന്ന് എൻ്റെ പൊസിഷൻ 6 മീറ്ററിലേക്കായി. അഗെയിൻ ഡിഫറൻസ് ഇസ് 2 മീറ്റർ. ഓക്കെ, അപ്പോൾ അതായത് ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ കവർ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നു. എക്സ് ആക്സിസ് മാർക്ക് ചെയ്യുക, വൈ ആക്സിസ് മാർക്ക് ചെയ്യുക. ഇതൊക്കെ ഗ്രാഫിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ടൈം ഇൻ സെക്കൻഡ്, ഇവിടെ പൊസിഷൻ ഇൻ മീറ്റർ. ഇനി നമ്മൾ പോയിന്റുകൾ അടയാളപ്പെടുത്തുന്നു. 0 ടൈം നമുക്കിവിടെ ഡാറ്റ ടേബിളിൽ 1 2 3 4 5 എന്നാണ്. സോ നമുക്ക് ഇങ്ങനെ 1 2 3 4 5 എന്നുള്ളത് എഴുതാം. ഞാനിവിടെ മാർക്ക് ചെയ്യുമ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് ആയിക്കൊള്ളുന്നില്ല കേട്ടോ. നിങ്ങൾ സ്കെയിൽ വെച്ച് മെഷർ ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഇവിടെ നമുക്ക് പൊസിഷൻ എന്ന് പറയുന്നത് 2 4 6 8 എന്നാണ്. സോ നമുക്കിവിടെ
2, 4, 6, 8, 10 എന്നിങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, അല്ലാതെ ഇവിടെ 1, 2, 3, 4 എഴുതി അതേപോലെ തന്നെ ഇവിടെയും 1, 2, 3, 4 തന്നെ വേണം എന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. നമ്മൾ ഏത് അളവ് വേണമെങ്കിലും ഇപ്പോൾ 10, 10, 20 അങ്ങനെയൊക്കെ എടുക്കാം. പക്ഷേ ആ ഒരു ഡിഫറൻസ് മസ്റ്റ് ബി സെയിം നമ്മൾ ഗ്രാഫിൽ അടയാളപ്പെടുത്തുമ്പോൾ. ഓക്കെ, ഇപ്പോൾ ഇവിടെ 2, 4, 6, 8 എടുത്തതൊന്നും തെറ്റില്ല. ഇനിയിപ്പോൾ വേണമെങ്കിൽ 10, 20, 30 അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ 100, 200 അങ്ങനെ എടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതൊന്നും ഇവിടെ പ്രശ്നമുള്ള കേസല്ല കേട്ടോ. ഈക്വൽ ആയിരിക്കണം എന്നുള്ളൊരു മീനിങ് അവിടെയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഗ്രാഫിലേക്ക് കിടക്കാം. ഗ്രാഫ് വരയ്ക്കുന്നതിലേക്ക് കിടക്കാം. ഇവിടെ 0 സെക്കൻഡിലെ പൊസിഷൻ 0 തന്നെയാണ്. അപ്പോൾ ഇത് ഇവിടെ തന്നെ വന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 സെക്കൻഡിൽ 2 മീറ്റർ ആണ്. അപ്പോൾ 1 സെക്കൻഡിന് നേരെ നമ്മൾ 2 മീറ്ററിൻ്റെ അവിടെ അടയാളപ്പെടുത്തി. 2 സെക്കൻഡിൽ 4 മീറ്റർ ആണ്. 2 സെക്കൻഡിൽ നമ്മൾ 4 മീറ്റർ അടയാളപ്പെടുത്തി. 3 സെക്കൻഡിൽ 6 മീറ്റർ ആണ്. അപ്പോൾ 3 സെക്കൻഡിന് നേരെ 6. 4 സെക്കൻഡിൽ 8 മീറ്റർ ആണ്. സോ 4ൻ്റെ അവിടെ 8. പിന്നെ 5ൻ്റെ അവിടെ 10 ആണ്. സോ 5ന് നേരെ നമ്മൾ എന്ത് അടയാളപ്പെടുത്തുന്നു? 10 അടയാളപ്പെടുത്തുന്നു. അപ്പോൾ ശരിക്കും നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും കേട്ടോ. ഞാൻ വരച്ചതിൽ വളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കറക്റ്റ് ഡിസ്റ്റൻസിലല്ല ഈ പോയിന്റുകൾ എടുത്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഞാൻ കറക്റ്റ് ഡിസ്റ്റൻസിലല്ല ഈ പോയിന്റുകൾ എടുത്തിരിക്കുന്നത്. ഞാൻ മെഷർ ചെയ്തിട്ടല്ല എടുത്തിരിക്കുന്നത്. അതുകൊണ്ടുള്ളൊരു പ്രശ്നം മാത്രമാണ്. നിങ്ങൾ സ്കെയിലും പെൻസിൽ ഉപയോഗിച്ച് കറക്റ്റ് മെഷർ ചെയ്യുമ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു യൂണിഫോം മോഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയാണെന്നുള്ളത് പഠിച്ച് വെക്കണം. യൂണിഫോം മോഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെയാണ് വരിക എന്നുള്ളത് നമ്മൾ പഠിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ അതൊന്ന് പഠിച്ച് വെക്കണം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. ഓക്കെ, അപ്പോൾ നമുക്കത് കിട്ടിയല്ലോ. ഇനി ഇതിലെ ഈ യൂണിഫോം മോഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് നമുക്ക് എന്താണ് തരുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയുണ്ട്. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ സ്ലോപ്പ് എടുക്കുകയാണ് കേട്ടോ. എന്തെടുക്കുന്നത്? നമ്മൾ സ്ലോപ്പ് എടുക്കുകയാണ്. ഇതാ ഇങ്ങനത്തെ ഒരു സ്ലോപ്പ് എടുക്കുന്നു. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് എടുക്കുകയെന്ന് വെച്ചാൽ ഇതങ്ങനെയാണ് എടുക്കുക കേട്ടോ. ഇങ്ങനെ 2 പോയിൻറ്റുകൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് എടുക്കുക. ഇവിടെ 2, ഇവിടെ 4, ഇവിടെ 4, ഇവിടുത്തെ അളവ് 8. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ സ്ലോപ്പ് എടുക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ഇത്തിരി പോയിൻ്റൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം, വ്യക്തമായിട്ടൊന്ന് മനസ്സിലാവാനായിട്ട്. ഇവിടെ A എന്ന് പറഞ്ഞ പോയിൻ്റ് അടയാളപ്പെടുത്തുന്നു, ഇവിടെ B എന്നുള്ള പോയിൻ്റ് അടയാളപ്പെടുത്തുന്നു, ഇവിടെ C എന്നുള്ള പോയിൻ്റ് അടയാളപ്പെടുത്തുന്നു. ഇനി തന്നിരിക്കുന്ന ഈ ലൈനിൻ്റെ നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്രാഫ് വരച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ലൈനിൻ്റെ സ്ലോപ്പ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സ്ലോപ്പ് കണ്ടുപിടിച്ച് നോക്കാം. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? BC ഡിവൈഡഡ് ബൈ AB ആണ്. BC ഡിവൈഡഡ് ബൈ AB ആണ്. ഓക്കെ, BC ഡിവൈഡഡ് ബൈ AB ആണ്. അപ്പോൾ നമുക്ക് BC എന്ന് പറയുന്നത് ഏതാണ്? BC Bക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയാണ്? 4 മീറ്റർ ആണ്. Cക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയാണ്? 8 മീറ്റർ ആണ്. സോ നമുക്ക് 8 - 4 ആണ് BC. ശരിയല്ലേ? BC എന്നതിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു അളവല്ലേ BC എന്ന് പറയുന്നതിൻ്റെ അളവ്. ദാറ്റ് മീൻസ് B എന്ന് പറയുന്നത് 4ഉം C എന്ന് പറയുന്നത് 8ഉം ആണ്. സോ 8 - 4 ആണ് BC എന്ന് പറയുന്നത്. ഇനി AB എന്ന് പറയുന്നത് എന്താണ്? A എന്ന് പറയുന്നത് 2ഉം B എന്ന് പറയുന്നത് 4 ആണ്. സോ 4 - 2 ആണ് AB എന്ന് പറഞ്ഞ ഈ അളവ്. 4 - 2 ശരിയല്ലേ? B എന്ന് പറയുന്നത് 4ഉം A എന്ന് പറയുന്നത് 2 ആണ്. സോ 4 - 2 ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? 8 - 4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 ഡിവൈഡഡ് ബൈ 4 - 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 4 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 2 ആണ് എന്നുള്ളത് കിട്ടും. അപ്പോൾ ആക്ച്വലി നമുക്കിവിടെ കിട്ടിയത് എന്താണ്? കുറച്ചും കൂടി മെത്തായിട്ട് പറയാം. ഈ BC നമ്മൾ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? BC നമ്മൾ കണ്ടുപിടിച്ചത് എങ്ങനെയാണ് എന്ന് പറഞ്ഞേ. BC നമ്മൾ കണ്ടുപിടിച്ചത് Bയുടെ പോയിൻ്റ് 4 എന്ന് എടുത്തു, Cയുടെ പോയിൻ്റ് 8 എന്ന് എടുത്തു. ഈ 4ഉം 8ഉം എന്തായിരുന്നു? പൊസിഷൻ ആയിരുന്നു അല്ലേ? ദാറ്റ് മീൻസ് ഇവിടെ X1ഉം ഇവിടെ X2 ആയിരുന്നു അല്ലേ?
ദാറ്റ് മീൻസ് നമുക്ക് ബി സി എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? x2 - x1 ഡിവൈഡഡ് ബൈ എ ബി എന്ന് പറയുമ്പോൾ ഇവിടെ എന്തിലെ ഡിഫറൻസാണ് കണ്ടുപിടിച്ചത്? ടൈമിലെ ഡിഫറൻസ്. ദാറ്റ് മീൻസ് 4 - 2 എന്ന് നമ്മളിവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ടൈമിലെ ഡിഫറൻസ് ആണ്. ദാറ്റ് മീൻസ് T2 - T1 എന്ന് എഴുതാം. ഈ x2 - x1 ഡിവൈഡ് ബൈ T2 - T1 ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി അല്ലേ? ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം ദാറ്റ് ഈസ് x2 - x1 ഡിവൈഡ് ബൈ T2 - T1 എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഗീവ് ചെയ്യുന്നത് എന്താണ്? നമുക്ക് തരുന്നത് വെലോസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു യൂണിഫോം മോഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞതിലെ ലൈനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് തരുന്നത് വെലോസിറ്റിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 m/s ആണ്. ഓക്കെ, അപ്പോൾ ഇതിലെ ഒരു ഇൻഫറൻസ് മെയിനായിട്ട് ശ്രദ്ധിച്ച് വയ്ക്കുക. യൂണിഫോം മോഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കുന്ന സ്ലോപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റിക്ക് ഈക്വൽ ആണ്. ഓക്കെ, സ്ലോപ്പ് ഓഫ് ദി പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പിന്നെ ഇതിൻ്റെ ഷേപ്പിനെ കുറിച്ച് പറയുന്നു. ദി ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു ദി ടൈം ആക്സിസ്. ദി ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു ദി ടൈം ആക്സിസ്. നമ്മൾ സ്റ്റേഷനറി ഒബ്ജക്റ്റിൻ്റെ കേസിലെ പൊസിഷൻ ടൈം ഗ്രാഫ് പറഞ്ഞത് സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. യൂണിഫോം മോഷൻ്റെ കേസിൽ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ടു ദി ടൈം ആക്സിസ് ആയിരുന്നു. സോറി, ഇവിടെ പാരലൽ ടു ദി ടൈം ആക്സിസും ഇവിടെ ഇൻക്ലൈൻഡ് ടു ദി ടൈം ആക്സിസ് ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റേഷനറി ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? പാരലൽ ടു ദി ടൈം ആക്സിസ് ആണ്. യൂണിഫോം ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു ദി ടൈം ആക്സിസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫുകൾ തന്നിട്ട് ഈ തന്നിരിക്കുന്ന ഗ്രാഫ് എന്തിൻ്റെ ആണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വരും. ഇപ്പം തന്നെ നമ്മൾ ഓൾറെഡി 2 ഗ്രാഫ് പഠിച്ച് കഴിഞ്ഞു. സ്റ്റേഷനറി ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് പാരലൽ ടു ദി ടൈം ആക്സിസ് ആണ്. യൂണിഫോം മോഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് സ്ട്രേറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു ദി ടൈം ആക്സിസ് ആണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം ഈ ഗ്രാഫിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് പരീക്ഷയ്ക്കും എൻട്രൻസ് എക്സാമിനും മറ്റെല്ലാറ്റിനും. ഇനി നെക്സ്റ്റ് വൺ ഈസ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോം മോഷൻ. അതുകൊണ്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോൺ യൂണിഫോം മോഷൻ, വേരിയബിൾ വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഒക്കെ നമ്മൾ കവർ ചെയ്യും കേട്ടോ അടുത്ത പാർട്ടിൽ. അപ്പോൾ നമുക്കിവിടെ നോക്കാം. യൂണിഫോം മോഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, യൂണിഫോം മോഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി യൂണിഫോം മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കവർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ നമുക്ക് ഡാറ്റ ടേബിൾ പ്രകാരം ഇതിൻ്റെ വെലോസിറ്റി ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്ത് വരും? അപ്പോൾ ആദ്യം നമുക്ക് ഡാറ്റ ടേബിൾ വരയ്ക്കാം, എന്നിട്ട് ഞാൻ പറയാം. അപ്പോൾ നമ്മളിവിടെ വാല്യൂസ് എഴുതുന്നത് ടൈമും വെലോസിറ്റിയാണ് കേട്ടോ. ടൈം ഇവിടെ 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ് എന്നൊക്കെ എഴുതി. ഇനി വെലോസിറ്റി എന്ന് പറയുന്നത് ശരിക്കും വെലോസിറ്റി എന്ന് പറയുന്നത് ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. 2 - 0 എത്രയാണ്? ഇതിൻ്റെ ഓരോന്നിൻ്റെയും കേസിലെ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. ഇതൊരു യൂണിഫോം മോഷൻ്റെ പൊസിഷൻ ടൈം ഡാറ്റ ടേബിളാണ്. ഇതിൽ നിന്നാണ് നമ്മൾ യൂണിഫോം മോഷൻ്റെ വെലോസിറ്റി ടൈം ഡാറ്റ ടേബിൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് വെലോസിറ്റി കണ്ടുപിടിച്ച് എഴുതണോ? എഴുതാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ കേസിലെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? വെലോസിറ്റി v1. ആദ്യത്തെ വെലോസിറ്റി എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡിഫറൻസ്, ദാറ്റ് മീൻസ് 2 - 0 ഡിവൈഡ് ബൈ ടൈമിൻ്റെ ഡിഫറൻസ് 1 - 0. സോ അവർ ആൻസർ ഈസ് 2/1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എഴുതുന്നു എന്തെന്ന്? 2 എന്ന് എഴുതുന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? നെക്സ്റ്റ് അടുത്തത് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? ഓക്കെ, അടുത്തത് വെലോസിറ്റി v2 നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് വരിക അല്ലേ? സോ 4 - 2 ഡിവൈഡഡ് ബൈ ദ ടൈമിൻ്റെ ഡിഫറൻസ് എന്ത് വരും? 2 - 1 വരും. ദാറ്റ് ഈസ് 2/1 വരും. എഗെയിൻ 2 തന്നെ അല്ലേ? സോ ഇവിടെയും 2 തന്നെ.
ഇനി അടുത്തതോ V3 എന്ത് വരും? V3 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലേ. 6 - 4 ഡിവൈഡ് ബൈ ടൈമിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 3 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 - 4 എന്ന് പറയുന്നത് 2, 3 - 2 എന്ന് പറയുന്നത് അഗെയിൻ 1. സോ അവർ ആൻസർ ഈസ് 2. അപ്പോൾ V3 എന്ന് പറയുമ്പോഴും എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. അങ്ങനെ V4 അടുത്തത് കണ്ടുപിടിച്ചാലും 2 തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ ചെയ്തത്? യൂണിഫോം മോഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ ഡാറ്റ ടേബിളിൽ നിന്ന് ഈ വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്തു. വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ ഡിഫറൻസ് വെച്ചിട്ട് ഓരോ സെക്ഷനിലും നമ്മൾ എന്ത് ചെയ്തു? വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? യൂണിഫോം മോഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുന്നതിന് ആവശ്യമുള്ള ഡാറ്റ ടേബിൾ റെഡിയാക്കി. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാമല്ലോ അല്ലേ. വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ് ഇനി വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആക്സിസുകൾ അടയാളപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ താഴെ നമുക്ക് എന്ത് തന്നെ വരും? ടൈം ഇൻ സെക്കൻഡ് തന്നെ വരും. എക്സ് ആക്സിസിൽ. വൈ ആക്സിസിൽ എന്ത് വരും? പൊസിഷനാണ് വരിക? അല്ല, വെലോസിറ്റി ആണ് വരിക. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ് നമ്മളോട് അടയാളപ്പെടുത്തുന്നത്? മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ യൂണിറ്റ് എന്തായാലും എഴുതാനായിട്ട് മറക്കരുത്. 0 തന്നെ റെഫറൻസ് പോയിന്റ് നമ്മൾ എടുക്കുന്നു. ടൈം നമ്മൾ 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്, 5 സെക്കൻഡ് എന്ന് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 1, 2, 3 എന്നെടുക്കുന്നു വെലോസിറ്റിയുടെ അവിടെ. ഇനി നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണ്. ടൈം മാറുന്നതനുസരിച്ച് വെലോസിറ്റി ഇവിടെ ചേഞ്ച് ചെയ്തില്ല. യൂണിഫോം മോഷൻ്റെ വെലോസിറ്റി നമുക്ക് ചേഞ്ച് ചെയ്തില്ല. അപ്പോൾ എന്ത് വരും? എല്ലാം 2 തന്നെയാണ് അല്ലേ. ദാറ്റ് മീൻസ് 1 സെക്കൻഡിൽ 2, 2 സെക്കൻഡിൽ 2, 3 സെക്കൻഡിൽ 2, 4 സെക്കൻഡിൽ 2, 5 സെക്കൻഡിൽ 2. സോ അവർ ഗ്രാഫ് ഈസ് ഇങ്ങനെ വരും അല്ലേ. അവർ ഗ്രാഫ് ഈസ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ യൂണിഫോം മോഷൻ ഈസ് എ സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു ദി ടൈം ആക്സിസ് ആണ് വരുന്നത്. ശരിയല്ലേ? എങ്ങനെയാണ് നമുക്കിത് വന്നത്? ഇൻഫറൻസ് എങ്ങനെയാണ് വന്നത്? പാരലൽ ടു ദി ടൈം ആക്സിസ് എന്നാണ് വന്നത്. ലൈൻ എന്നാണ്. പാരലൽ ടു ദി ടൈം ആക്സിസ് എന്നാണ് വന്നത്. ഒരു പോയിന്റ് കിട്ടി. ഇനി നമുക്ക് അടുത്തൊരു പോയിന്റ് മനസ്സിലായി. ഇൻ യൂണിഫോം മോഷൻ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ശരിയല്ലേ? ഇവിടെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. എല്ലാം 2 തന്നെയാണ് വന്നത്. അപ്പോൾ അവിടെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ് എന്ന് കിട്ടി. ഇനി അടുത്തൊരു പോയിന്റ് എന്താ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു തരാം. നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഈ തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ ഒരു ഏരിയ കണ്ടുപിടിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഏരിയ കണ്ടുപിടിക്കുന്നു. ദാറ്റ് മീൻസ് ഏതെങ്കിലും സെക്ഷൻ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുകയാണ്. യൂണിഫോം മോഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫിലെ ഏരിയ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ ഇവിടെ മാർക്ക് ചെയ്യാം. CEFD. ഇതിങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ABCD എന്നൊക്കെ XYZ എന്ത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഏരിയ കാണുമ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്താണ് വരുന്നത്. ലെങ്ത്ത് നമുക്ക് CE ആയിട്ട് എടുക്കാം. ലെങ്ത്ത് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് EF ആയിട്ടും എടുക്കാം. ഓക്കെ. അപ്പോൾ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഏരിയ ഈക്വൽ ടു CE ഇൻറ്റു EF എന്ന് വരും. ഓക്കെ. അപ്പോൾ CE എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വെലോസിറ്റിയിലുള്ള ഡിഫറൻസാണ് നമുക്ക് തരുന്നത് അല്ലേ. CE എന്ന് പറയുന്നത് ഗീവ്സ് വെലോസിറ്റിയാണ്. സോ വെലോസിറ്റി ഇൻറ്റു EF എന്ന് പറയുന്നത് നമുക്ക് എന്താ തരുന്നത്? ടൈമിലുള്ള ഡിഫറൻസ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് നൗ. T2 മൈനസ് T1 എഴുതാം. ഇനി വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? X2 മൈനസ് X1 ഡിവൈഡ് ബൈ ദ T2 മൈനസ് T1 ആണ്. ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈമാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇൻറ്റു ഈ T2 മൈനസ് T1 ഇങ്ങോട്ട് എടുത്ത് എഴുതണം. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി പോവും. ഫൈനലി നമുക്ക് കിട്ടുന്നത് എന്താണ്? X2 മൈനസ് X1 ആണ്. ദാറ്റ് മീൻസ് ഇവിടുത്തെ യൂണിഫോം മോഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ നമ്മൾ ഏരിയ കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എന്നർത്ഥം കേട്ടോ. സോ അതാണ് നമ്മുടെ ഇൻഫറൻസിലെ നെക്സ്റ്റ് പോയിന്റ്. ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് വിത്ത് ദി ടൈം ആക്സിസ് ഗീവ്സ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഓവർ ദി ടൈം ഇൻ്റർവൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെട്ടത് എന്താണ്? യൂണിഫോം മോഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അതിൻ്റെ 3 ഇൻഫറൻസുകൾ. ദാറ്റ് മീൻസ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ യൂണിഫോം മോഷൻ ഈസ് എ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ദി ടൈം ആക്സിസ്. പിന്നെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. യൂണിഫോം മോഷനിലെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതൊരു ബേസിക് നോളജാണ്. ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് തരുന്നത്. അപ്പോൾ ഈ 3 ഇൻഫറൻസുകളും ക്ലിയർ ആയല്ലോ.
ഓക്കെ, സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ദി ടൈം, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, ഏരിയ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത 3 ഗ്രാഫുകൾ ഒന്നും കൂടെ പറയാം. സ്റ്റേഷനറി ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ദി ടൈം ആക്സിസ് ആണ് വരുന്നത്. യൂണിഫോം മോഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു ദി ടൈം ആക്സിസ് ആണ് വരുന്നത്. യൂണിഫോം മോഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് പാരലൽ ടു ദി ടൈം ആക്സിസ് ആണ് വരുന്നത്. അപ്പം നമ്മളിന്നിവിടെ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫുകൾ പരിചയപ്പെട്ടു. ഇതെന്ന് പറയുന്നത് സ്റ്റേഷനറി ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്, യൂണിഫോം മോഷൻ്റെയാണ്. ഇവിടെ യൂണിഫോം മോഷൻ്റെ എന്താണ്, വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പോൾ ഈ 3 ഗ്രാഫുകളും ഇപ്പോൾ തന്നെ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചോളൂ. വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് നമുക്ക് പാർട്ട് 4ൻ്റെ വീഡിയോ കാണാം. പാർട്ട് 3 വീഡിയോ നമുക്ക് കാണാം. അതിൽ നമ്മൾ വേരിയബിൾ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, സ്പീഡ് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. നോൺ യൂണിഫോം മോഷനെ കുറിച്ചും ഡിസ്കസ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നിലവിൽ +1 ഫിസിക്സിൻ്റെ ക്ലാസ്സുകളും അവയുടെ റിവിഷൻസും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, +2 ഫിസിക്സിൻ്റെ ക്ലാസ്സുകളും തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.